2026 ജെഇമെയിൻ ഫസ്റ്റ് സെഷൻ്റെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റാണ് ഇന്ന് ജാൻ 21 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ IIT-കളിലേക്കും NIT-കളിലേക്കുമുള്ള പ്രവേശനത്തിനായുള്ള എഞ്ചിനീയറിംഗ് എക്സാമാണ് ജെഇമെയിൻ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് തവളക്കുഴിയിലെ ഒരു എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്, SR ആർക്കേഡിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏകദേശം ഇപ്പോൾ പുറത്തിറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ എക്സാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്താ പേര്? ശ്രീഹരി, ശ്രീഹരി, ജുബിൻ, അശ്വിൻ, ജോനസ്, ടിം. ഓക്കെ, വെറൈറ്റി പേരൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് എഴുതിയ കുട്ടികളല്ലേ നിങ്ങൾ? എങ്ങനെ തോന്നുന്നു ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ട്? ഏകദേശം ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എന്ത് തോന്നി? ഈസി ആയിരുന്നു. ഈസി ടു മോഡറേറ്റ് ആ ഒരു ഇതിൽ പറ്റുമോ അല്ലേ? ഏതാ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയേ? ഫിസിക്സ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നി അല്ലേ? എനിക്ക് തോന്നുന്നു അസേർഷൻ റീസൺ ഇല്ലായിരുന്നോ? അസേർഷൻ റീസൺ ടൈപ്പ് ആയിരുന്നോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ കൂടുതലും? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൂടുതൽ കെമിസ്ട്രിയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഏകദേശം ഒരു ഈസി ലെവലിലാണ് മോന് തോന്നിയത് അല്ലേ? മോഡറേറ്റിൽ പക്ഷേ കുറച്ച് ഈസിയാ. ഓക്കെ, മോൻ എങ്ങനെ തോന്നി ഇന്നത്തെ എക്സാം? ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ മോൻ ഏതാ? ഫിസിക്സ് ആയിരിക്കും. ഫിസിക്സിന് ഏറ്റവും കൂടുതൽ വന്ന ഏത് പോർഷനിൽ നിന്നായിരുന്നു? എനിക്കൊന്ന് ഫസ്റ്റ് ഇയർ കുറച്ച് കുറവായിരുന്നു, സെക്കൻഡ് ഇയർ ആ കൂടുതൽ ചോദിച്ചെന്ന് തോന്നുന്നു. സെക്കൻഡ് ഇയറിൽ നിന്നായിരുന്നു അല്ലേ? അപ്പൊ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റി. സാധാരണ ബെർലിന് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു എക്സാം കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയോ? മോഡൽ എക്സാംസ് ഒക്കെ കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചോദിച്ചത്. ശരി. മാത്സ് മൊത്തത്തിൽ നോക്കിയാൽ അവിടെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അവിടെ കണ്ടുവരുന്ന കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ, ലാൽ സാർ നമുക്കിടുന്ന ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതലും അതേ പാറ്റേണിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ള എക്സാം എഴുതിയപ്പോഴത്തേക്കും അവിടെ ബ്രില്യൻ്റിൽ എഴുതിയ മോഡൽ എക്സാമിൻ്റെ ഫീലാണ് വന്നിട്ടുള്ളത്. അവിടെയുള്ള അനാലിസിസും കാര്യങ്ങളും എന്തായാലും ഇത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, മോൻ എങ്ങനെയാ ഇപ്പൊ സബ്ജക്ട് വൈസ് തിരിച്ചു നോക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒന്ന് അനലൈസ് ചെയ്താൽ എന്താണ് മോന് പറയാനുള്ളത്? ഫിസിക്സ് ആണ് കൂടുതൽ സ്കോറിംഗ് ആയിട്ട് വന്നത്. റിലേറ്റീവ്ലി ക്വസ്റ്റ്യൻസിന്റെ ഹാർഡ്നെസ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ. അതേസമയം കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ അവർ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ലാൽ സാറ് എപ്പോഴും ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരു സെർട്ടൈൻ കാര്യം അറിഞ്ഞാൽ മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ലോക്ക് ചെയ്യാൻ പറ്റൂ. ആ രീതിയിലാണ് കെമിസ്ട്രി വന്നിട്ടുള്ളത്. അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി അല്ലേ? യെസ്. ഓക്കെ, മോൻ എന്ത് തോന്നി? എക്സാം ഒരു മോഡറേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റി. മോഡൽ എക്സാമിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഓക്കെ, സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ എങ്ങനെ തോന്നി? മാത്സ് എങ്ങനെയായിരുന്നു മോനെ? മാത്സ് കുറച്ച് ടഫ് ആയിട്ടാ തോന്നിയത്. ഏത് ചാപ്റ്ററിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയ? അത് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലെങ്തി ആയിരുന്നോ അതോ? ലെങ്തി ആയിരുന്നു, കുറച്ച് ലെങ്തി ആയിരുന്നു. ടൈമിന്റെ വിഷയം ഉണ്ടായിരുന്നോ? ടൈമിന്റെ വിഷയം കുറച്ച് മാത്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെ. യെസ്, മോൻ എന്ത് തോന്നി? ഫിസിക്സും കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു, പക്ഷേ മാത്സ് ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം വരുന്നത് മാത്സിലായിരുന്നു. ബാക്കി രണ്ടെണ്ണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് ആണോ മാത്സ് ചെയ്തേ? ലാസ്റ്റാണ് ഞാൻ മാത്സ് ചെയ്തത്. അങ്ങനെയാ ചെയ്തത്. ഓക്കെ, അപ്പോൾ മോനി നമ്മുടെ എക്സാം സെന്ററിലെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ എക്സ്പെക്ടഡിനെക്കാളും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബാക്കി എല്ലാം നല്ല ക്ലീൻ ആയിട്ടൊക്കെ നടന്നില്ല? വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഞാൻ നന്നായിരുന്നു. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും അല്ലേ ഈ എക്സാമിന്? ഏകദേശം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതിയത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഈസിനെസ്സും ആ ഒരു ബുള്ളറ്റിലെ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് എന്തായിരുന്നു ഒരു ത്രൂ ഔട്ട് ദ എക്സാം ഫീൽ ചെയ്തത്? ഒരു ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു. ഒരു ആ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയപ്പോ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇവിടെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയോ? പാറ്റേൺ അതൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിരുന്നു മോഡൽ എക്സാം എഴുതി. യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്താൽ എല്ലാം ചെയ്യാൻ പറ്റും. വെച്ചാൽ ബ്രില്യൻ്റ് ഇരുന്ന ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ നമ്മൾ അവസാനം തെറ്റുപറ്റുന്നതിൽ ശരിയാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? യെസ്. ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ കുട്ടികളുടെ കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നു.
അല്ലെ? മാത്സിൽ മാത്രം ചെറിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റുമോ? ടൈമിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓക്കെ ഓൾ ദ ബെസ്റ്റ്. നല്ല സ്കോർ കിട്ടിയിട്ട് നല്ല റാങ്ക് കിട്ടി. ഞങ്ങൾക്ക് അടുത്ത തവണ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എന്താ പേര്? നിവേദ്. ഓക്കെ, മോന്റെ പേര്? ശങ്കർ. കൗശിക്. ഓക്കെ രോഹിത്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ജെയിമിന്റെ ഫസ്റ്റ് ഡേയില് ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം എങ്ങനെ ഫീൽ ചെയ്തു? കുഴപ്പമില്ല. കെമിസ്ട്രി കുറച്ച് പാടുണ്ടായിരുന്നു. ഫിസിക്സ് ഇനി വലിയ കുഴപ്പമില്ല. പഠിച്ച് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്ന കാര്യമായിട്ട് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫിസിക്സ് നോക്കിയിട്ടില്ലാഞ്ഞിട്ട് പോലും എളുപ്പമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്? അതായത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ കമ്പാരിറ്റീവ്ലി ഫിസിക്സ് കുറച്ച് എളുപ്പമായിട്ട് തോന്നി? കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ ഏത് പോർഷൻസ് കൂടുതലായിട്ട് വന്നതായിട്ട് ഒന്ന് ഫീൽ? ഓർഗാനിക് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഓർഗാനിക് കൂടുതൽ വന്നല്ലേ? അപ്പൊ മോൻ എന്താ ഫീൽ ചെയ്തത് ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പോ? ഫിസിക്സും കെമിസ്ട്രിയും അവൻ പറഞ്ഞ പോലെ അത്ര പാട് എന്ന് പറയില്ല, അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ മാത്സ് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അങ്ങനത്തെ ഒരു മാത്സിന് മാത്രമാണ് കമ്പാരിറ്റീവ്ലി ഫിസിക്സിലും കെമിസ്ട്രിയിലും നോക്കുമ്പോൾ മാത്സ് ആണ് കുറച്ചൊരു തോന്നിയല്ലേ? ടൈം എടുക്കുന്ന ടൈപ്പ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റത്തേക്കാണോ മാത്സ് വെച്ചേ? ലാസ്റ്റത്തേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഏത് സബ്ജക്റ്റിൽ നിന്നാ തുടങ്ങിയത്? ഞാൻ ഫിസിക്സിനാണ് തുടങ്ങിയത്. അപ്പൊ ഫിസിക്സിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പറ്റിയത്? ഫിസിക്സിൽ അധികം ഡയറക്റ്റ് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായത്, അധികം ഡയറക്റ്റാണ് ഉണ്ടായത്. പക്ഷേ കെമിസ്ട്രി കുറച്ച് ഓർഗാനിക് കൂടുതൽ ഫോക്കസ് ആയിട്ടാണ് ചോദ്യം ഉണ്ടായത്. മാത്സ് അധികം ലെങ്തിയാണ് ഉണ്ടായത്, അതുകൊണ്ട് അവസാനം ഞാൻ ചെയ്തു. ഫിസിക്സും കെമിസ്ട്രി ആക്ച്വലി പഠിച്ച രീതിയിലൊക്കെ തന്നെയാണ് വന്നത്. ലൈക്ക് അത്യാവശ്യം പഠിച്ച രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്, വലിയ പാടായിട്ടൊന്നും ഉണ്ടായില്ല. മാത്സ് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരുന്നു. മാത്സ് എനിക്ക് അങ്ങനെ പറയില്ല, ബാക്കി രണ്ടും കൂടി ചെന്ന ഒരു മോഡറേറ്റ്. അതെ, മോഡറേറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. മോഡറേറ്റ്. ഈസി ടു മോഡറേറ്റ് എന്നുള്ളൊരു കാറ്റഗറി പെടുത്താം, അതോ മോഡറേറ്റ് ടു ഹാർഡ് എന്നുള്ളൊരു കാറ്റഗറി ആണോ? ഈസി ടു മോഡറേറ്റ് ആ ഒരു ലെവലിൽ അല്ലേ? ഓക്കെ, അപ്പൊ നല്ല റാങ്ക് കിട്ടട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്താ പേര്? ലിബ. ലിബ. ഗൗരി. ഗൗരി. ലക്ഷ്മി. ലക്ഷ്മി. ആദ്യ. 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 ഓക്കെ, അപ്പൊ ഇന്നത്തെ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. ഫിസിക്സ് ലെങ്തി ആയിട്ട് തോന്നിയോ? ഫിസിക്സ് കുറച്ച്, കെമിസ്ട്രി പ്രശ്നമില്ലായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു ഈസി ആയിട്ട് തോന്നി. കുറച്ച്. കെമിസ്ട്രിയിൽ ഓർഗാനിക് ആയിരുന്നു ഇൻഓർഗാനിക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഏതായിരുന്നു? ഇൻഓർഗാനിക് ആയിരുന്നു. ഇൻഓർഗാനിക് ഉണ്ടായിരുന്നോ? ഓർഗാനിക് ഉണ്ടായിരുന്നോ? ഓർഗാനിക് ഒന്ന് രണ്ട് ഓക്കെ. മാത്സ് എങ്ങനെയാ ഫീൽ ചെയ്തേ? മാത്സ് അത്ര അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, കുഴപ്പമില്ല. മോൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? മാത്സ് അത്ര പോരാ, ഫിസിക്സ് വലിയ കുഴപ്പമുണ്ടായില്ല, കെമിസ്ട്രി ആയിരുന്നു എളുപ്പം. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി മോൾക്ക് കെമിസ്ട്രി ആയിരുന്നു എളുപ്പമായിട്ട് തോന്നിയത്. അപ്പൊ ടൈം എങ്ങനെയായിരുന്നു? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ടൈമിന്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെ തോന്നി? കുഴപ്പമില്ല, ഒരു ഫീൽ ചെയ്തു, ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു അല്ലേ? ഓക്കെ, മോൾക്ക് എങ്ങനെ തോന്നി? എനിക്ക് ഫിസിക്സ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ബെറ്റർ, കെമിസ്ട്രി കുഴപ്പമുണ്ടായില്ല, മാത്സ് ടഫായിരുന്നു. ഓക്കെ, നമ്മുടെ എക്സാം സെന്ററിന്റെ ഒരു ആംബിയൻസും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്തു? അത് കുഴപ്പമുണ്ടായില്ല, നന്നായിട്ട് തന്നെ തുടങ്ങി സ്റ്റാർട്ടിങ്ങിലുള്ള പ്രൊസീജിയർ ഒക്കെ ഈസി ആയിട്ട് പോയി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, മോൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഫിസിക്സ് ആയിരുന്നു ഉള്ളിൽ ചിലപ്പോന്നാണ് എനിക്ക് തോന്നിയത്. കെമിസ്ട്രി 2-3 വർഷം ഇത്തിരി ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ടായി. മാത്സ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ എന്നാ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മാത്സ് ഞാൻ വലുതായിട്ട് നോക്കിയില്ല. ഫിസിക്സും ആയിരുന്നു ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ഓവറോൾ ചോദിച്ചാൽ ഈസി ടു മോഡറേറ്റ് അല്ലാതെ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ഏതൊരു ലെവലായിരുന്നു മോൾക്ക്? മോഡറേറ്റ്. ഈസി ടു മോഡറേറ്റ്. ഈസി ടു മോഡറേറ്റ്. 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 ഈസി ടു മോഡറേറ്റ്. ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.